ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത് കലമിനെ കുറിച്ച് വിശദമായിട്ടാണ്. കലമിന് രണ്ട് ഭാഗങ്ങളുണ്ട്. ഒന്ന് നമ്മൾ കലമ് പിടിക്കുന്ന ഭാഗവും മറ്റൊന്ന് നിബും, കലമിന്റെ നിബും. അങ്ങനെ രണ്ട് ഭാഗങ്ങളുണ്ട് കലമിന് പ്രധാനപ്പെട്ട. ഇനി പിന്നെ ആ നിബ് തന്നെ വരുന്നത്, നിബിന്റെ രൂപം യഥാർത്ഥത്തിൽ ഞാൻ കാണിക്കാം. ഈ കലമ്, ഇപ്പൊ എന്റെ കയ്യിലുള്ള ഈ കലമിന്റെ ഇവിടെയാണ് നമ്മൾ പിടിക്കുന്ന ഭാഗം ഇതാണ്. പിന്നെ ഈ നിബ് പല സൈസിലും ഉണ്ട്. ഇത് കുറച്ചധികം വലിയ നിബാണ്. ഈ നിബിന് തന്നെ വലതുഭാഗം കുറച്ച് നീളം കൂടിയ ഭാഗവും ഇടതുഭാഗം കുറച്ച് നീളം കുറഞ്ഞ ഭാഗവുമായിരിക്കും. ഇങ്ങനെ രണ്ട് ഭാഗങ്ങളുണ്ട്, രണ്ട് വ്യത്യസ്ത അളവിലുള്ള. വലതുഭാഗം കുറച്ച് നീളം കൂടിയ ഭാഗവും ഇടതുഭാഗം നീളം കുറഞ്ഞ ഭാഗവും. ഈ രണ്ട് ഭാഗത്തെയും ബന്ധിപ്പിക്കുന്ന ഒരു രേഖയും ഒരു ഭാഗവും നിബിനുണ്ട്. ഇതെല്ലാം കൂടിയതാണ് നിബ് എന്ന് പറയുന്നത്. ഈ നിബിനെ നമ്മൾ പിടിക്കുന്നത്, ഈ കലമിനെ നമ്മൾ പിടിക്കുന്നത് ഈ വലതുഭാഗം ഉയരം കൂടിയ ഈ ഭാഗം, ഇതാണ് വലതുഭാഗം. ഈ വലതുഭാഗം ഉയരം കൂടിയ ഭാഗം വലതുഭാഗത്തും ഉയരം കുറഞ്ഞ ഭാഗം ഇടതുഭാഗത്തുമായിട്ട് ഇങ്ങനെയാണ് നമ്മൾ കലമ പിടിക്കുക. ഇങ്ങനെയാണ് കലമിനെ നമ്മൾ പിടിക്കേണ്ടത്. ഇതാണ് കലമ പിടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നിബിന്റെ ഈ ഭാഗങ്ങൾക്കുള്ള ധർമ്മങ്ങൾ എന്തെല്ലാം എന്നാണ്. ഇത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. ഈ രണ്ട് ഭാഗങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ, വലതുഭാഗവും ഇടതുഭാഗവും. അതുപോലെ ആ രണ്ട് ഭാഗങ്ങളെ ബന്ധിപ്പിക്കുന്ന ഈ ഭാഗവും രണ്ട് ഭാഗങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒരു ഭാഗവും എന്ന് നമ്മൾ പറഞ്ഞു. ആ ഭാഗം വെച്ചിട്ടാണ് നമ്മൾ ഈ എഴുതുമ്പോൾ എന്ത് നമ്മൾ എഴുതിയാലും അക്ഷരങ്ങൾ, ഇപ്പൊ അലിഫ് എഴുതുമ്പോൾ അലിഫിനെ രൂപപ്പെടുത്തുന്നത് യഥാർത്ഥത്തിൽ ഈ രണ്ട് ഭാഗങ്ങളാണ്. ഈ സെന്റർ ഭാഗത്തിനുള്ള പണി എന്താ വെച്ചാൽ ഈ രണ്ട് ഭാഗങ്ങൾ സൃഷ്ടിക്കുന്ന രൂപത്തെ ഫില്ല് ചെയ്യുക എന്നതാണ് സെന്റർ ഭാഗത്തിനുള്ള പണി. അത് നമ്മൾ എഴുതുമ്പോൾ കൃത്യമായി നമുക്ക് അതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് ഇത്രമാത്രം. ഈ രണ്ട് ഭാഗങ്ങൾ അഥവാ നിബിന്റെ വലതുഭാഗവും ഇടതുഭാഗവും, അവിടെ ഒരു മൂല കാണാം. ഈ മൂലയുടെ ധർമ്മം നമ്മൾ ഏത് അക്ഷരത്തെയാണോ എഴുതുന്നത് ആ അക്ഷരത്തെ രൂപപ്പെടുത്തുക എന്നുള്ളതാണ്. അതുപോലെ ആ രണ്ട് മൂലകളെയും ബന്ധിപ്പിക്കുന്ന ഈ സെൻട്രൽ പോർഷൻ, പരന്ന ഈ ഭാഗം, നമ്മൾ എഴുതുമ്പോൾ പേപ്പറിൽ ടച്ച് ചെയ്യുന്ന ഭാഗം, ആ ഭാഗത്തിന്റെ ധർമ്മം നമ്മൾ രൂപപ്പെടുത്തുന്ന ആ ലെറ്ററിനെ ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ.